നാമം ദിവ്യയിൽ പങ്കുകാരാകുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശ്വരനാഥ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നായ വിഷമതകൾ, വേദനകൾ, രോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെയും സമർപ്പിച്ചുകൊണ്ടാണ് നാം ഇവിടെ ദിവ്യക്കായിട്ട് വരിക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് നാം ഓരോ ദിവ്യം കൽപ്പിക്കുമ്പോഴാണ് ആ ദിവ്യക്കായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതാണ്. നമുക്ക് ഈ പലപ്പോഴും മാറ്റിവയ്ക്കുന്ന പലരും നമ്മുടെ ഒരുക്കത്തെയാണ് ബാധിക്കുക എന്ന ചിന്ത ഉണ്ടാവണം. കാരണം പലപ്പോഴും ബലിയർപ്പിക്കുവാനായിട്ട് നാം ഓടിക്കൂടുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ഒഴുകിക്കൊണ്ടാണ്. മറിച്ച് നാം ചെയ്യേണ്ട ഒരു ബലിയർപ്പിക്കുമ്പോഴും ചെയ്യേണ്ട നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. അവിടെയാണ് നാം ക്ഷമയാർജിക്കുന്നത്, ദൈവത്തോടും മനുഷ്യരോടും. എന്നാൽ പലപ്പോഴും ദൈവത്തോട് ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് സ്വസഹോദരങ്ങളോട് ക്ഷമയാചിക്കുവാൻ പറയുമ്പോൾ പലർക്കും അവിടേക്ക് ചെന്ന് അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷമയോദിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഇവിടെ പലരും ക്ഷമിക്കുവാൻ സാധിക്കാതെ തഴക്ക ദോഷങ്ങളായിട്ട് മാറി വയ്ക്കുകയും ഇതൊക്കെയും സമർപ്പിച്ച് അതിൽ നിന്നൊക്കെയും മോചനം നേടിക്കൊണ്ട് വേണം നാം ഓരോ വിനർപ്പിക്കുവാൻ. അവിടെയാണ് ഈശ്വരാനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുക. ഇന്ന് വായിച്ച സുവിശേഷവാദം ഇത് തന്നെയാണ്. മഹാരോഗിയായി കാണപ്പെട്ട ഒരാള് സാപത്ത് ദിവസം പോലും ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ രോഗാവസ്ഥ നമുക്ക് കാണാം. ശാരീരികമായ രോഗങ്ങൾ അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ ആത്മീയമായ രോഗം പിടിപെട്ടവരാണ് നമ്മൾ പലരും. കാരണം പുറമെ ശരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് ഉള്ളിൽ തുറന്ന് ചിരിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാമോ? കാരണം പാപത്തിന് ഒരിക്കലും വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിലനിൽക്കാം എന്നൊരു ചിന്തയാണ്. കാരണം പാപത്തിൽ നിന്ന് മുന്നോട്ട് മാറുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴേ പ്രശ്നങ്ങളും വേദനകളും കൂടെ വരും. ആ ഒരു അവസ്ഥയിൽ തന്നെ പതിയാതെ പോയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഒത്തിരി. നാം നമ്മെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഇന്ന ദിവസം ഇവിടെ ആയിരിക്കാൻ സാധിക്കാത്ത ഓരോ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്റെ ജീവനെ തിരിച്ച് ഈശ്വരനാഥനിലേക്ക് അടുക്കുവാനും ഓരോരുത്തരുടെയും പാപം പങ്കിലമായ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മയിലേക്ക് ഒരുപാടുള്ള കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഭിക്കാനായിട്ട്